കാസർഗോഡ് ബേവിഞ്ചിറയിൽ ദേശീയപാത നിർമ്മാണത്തിനെതിരെ ആത്മഹത്യാ ഭീഷണിയുമായി കുടുംബം. വീടിന് മുകളിൽ ഗ്യാസ് സിലിണ്ടർ എടുത്തുവെച്ചായിരുന്നു ഭീഷണി. കോടതി ഉത്തരവോടെ നിർമ്മാണ കമ്പനി ഉദ്യോഗസ്ഥർ വീട് പൊളിക്കാൻ എത്തിയപ്പോഴായിരുന്നു നാടകീയ നീക്കം. കെ.വി. ബൈജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, നിലവിലത്തെ സാഹചര്യം എന്താണ്? ആര്യ, ചെർക്കളയ്ക്ക് സമീപം ബേവിഞ്ചിയിലാണ് ഈ സംഭവം. അതായത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ നേരത്തെ ഇവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കുടുംബം കോടതിയിൽ പോയതിനെ തുടർന്ന് അതിന് സ്റ്റേ വാങ്ങിയപ്പോൾ ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ്, ഇത്തരത്തിൽ നിർമ്മാണ കമ്പനിയുടെ ആളുകൾ എത്തിയപ്പോഴാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ഇപ്പോഴും ഈ കുടുംബത്തിലെ ബഷീർ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ളതാണ് വീട്. ഇയാളുടെ മകൻ ഈ കെട്ടിടത്തിന്റെ മുകളിൽ ഗ്യാസ് സിലിണ്ടറും ഒപ്പം ഒരു കുപ്പി ഡീസലും ഇത്തരത്തിൽ എടുത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. ഇപ്പോഴും ആ കെട്ടിടത്തിന്റെ അതായത് ഇവരുടെ വീടിന്റെ മുകളിൽ ഇയാൾ കയറി നിന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. ഏതായാലും പ്രദേശവാസികളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഈ മേഖലകളിൽ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. ഇതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇവിടെ മണ്ണിടിച്ചൽ രൂക്ഷമാണ് ഈ പ്രദേശത്ത്. ജില്ലാ കളക്ടർ പലതവണ ഇടപെട്ടതാണ്. മേഘാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഇവിടുത്തെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. ഈ കരാറിന്റെ ഇവരുടെ വലിയ വ്യാപക പരാതി ഈ ഭാഗത്ത് ഉയർന്നിട്ടുണ്ട്. അതായത് ഈ കുടുംബം ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണ്. ഇയാളുടെ ബഷീർ എന്ന് പറയുന്നവരുടെ മകൻ ഈ വീടിന്റെ മുകളിൽ കയറി ഈ ഗ്യാസ് സിലിണ്ടറും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡീസൽ ഒരു കുപ്പി ഡീസലുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇപ്പോഴും നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആര്യ, യെസ് ബൈജു, ഒരു കാര്യം, അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ വീടും സ്ഥലവും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ കൃത്യമായി അതിന് നഷ്ടപരിഹാരം നൽകാറുണ്ടല്ലോ. ഇവരുടെ ഈ ഒരു അവിടെ നിന്ന് മാറില്ല, അല്ലെങ്കിൽ ഈ ഒരു നടപടിക്കെതിരെ പ്രതിഷേധം ഉയരാനുണ്ടായ ഒരു സാഹചര്യം, ഇത്തരത്തിൽ അശാസ്ത്രീയമായ മണ്ണെടുപ്പ് അല്ലെങ്കിൽ പ്രവൃത്തികളാണ് അവിടെ നടക്കുന്നത്. അത്തരത്തിൽ ഒരു വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയാൽ അത് മറ്റ് അപകടങ്ങൾക്ക് വഴിവെക്കും എന്നതാണോ ഈ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആശങ്ക? അങ്ങനെ തന്നെ ആര്യ, ഈ വീട് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് ഈ കുടുംബം പറയുന്നത്. കാരണം ഇതിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റിയാൽ പിന്നീട് അവിടെ താമസിക്കാൻ കഴിയാത്ത രീതിയിലാകും എന്ന് തന്നെയാണ് ഈ കുടുംബം ആശങ്കപ്പെടുന്നത്. അത് മാത്രമല്ല, സർവീസ് റോഡ് ഈ ഭാഗത്ത് ഇല്ലാത്തതും വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ വീണ്ടും കുന്നടിക്കാനുള്ള ഒരു നീക്കമാണ് ഈ കമ്പനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ മണ്ണ് നീക്കാനും അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ച് മാറ്റാനുമാണ് ഇന്ന് ഈ രാവിലെയോടുകൂടി കോടതി ഉത്തരവിന്റെ പകർപ്പുമായി ഈ കമ്പനി അധികൃതർ എത്തിയത്. പക്ഷേ കുടുംബം പറഞ്ഞത് ഈ പകർപ്പ് കിട്ടിയാൽ പോരാ, ഇതിൽ കോടതി ഉത്തരവ് ഉണ്ടെന്നതിൽ കൃത്യമായ രേഖ കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് കാണിക്കാൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ വിദ്യാനഗർ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ കുടുംബത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമമെല്ലാം നടക്കുന്നുണ്ട്. ഈ കുടുംബം ആവശ്യപ്പെടുന്ന ഇതാണ്, ഈ വീട് പൂർണ്ണമായും ദേശീയപാത ഈ റോഡുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നൊരു ആവശ്യമാണ് ഇവർ പറയുന്നത്. ഇതിനി വാസയോഗ്യമല്ലാത്ത ഒരു വീടായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നഷ്ടപരിഹാരം നൽകാതെ ഈ പകുതി, ഈ വീടിന്റെ പകുതി മാത്രം പൊളിച്ചു നീക്കി എങ്ങനെ ഇവിടെ താമസിക്കുമെന്നൊരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ തോതിലുള്ള നാട്ടുകാരും പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ഇവർക്കൊപ്പം ഈ കുടുംബത്തിനൊപ്പം ചേർന്ന് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഈ മേഖലകളിലെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ സർവീസ് റോഡില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വലിയ തോതിൽ വാർത്തയായതാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ കുടുംബവും എത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ആ പ്രതിഷേധം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അടക്കം അവിടെ തുടരുകയാണോ? അതെ അറിയാം, നാട്ടുകാർ ഒരു ഭാഗത്ത് വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കെട്ടിട ഉടമയായ ബഷീറിന്റെ മകനാണ് ഈ മുകളിൽ കയറി നിന്ന് ഇത്തരത്തിൽ ഇപ്പോഴും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഇയാളെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിന് കൃത്യമായ ഉറപ്പ്, രേഖാമൂലമുള്ള ഉറപ്പ് നൽകിയാൽ മാത്രമേ താഴെ ഇറങ്ങുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് പോലീസ്, ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, പോലീസുമായി സംസാരിക്കുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കുടുംബം അത്രത്തോളം ഒരു ദയനീയത അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഒരു ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധവുമായി എത്തിയത്. നാട്ടുകാരും ഇവർക്കൊപ്പമുണ്ട്. നാട്ടുകാരും വലിയ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ നിർമ്മാണ കമ്പനിക്കെതിരെ വലിയ എതിർപ്പാണ് ഈ മേഖലകളിലൊക്കെ ഉയരുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. തൽക്കാലം പ്രവൃത്തി ഇന്ന് നിർത്തിവെക്കാനുള്ള ഒരു ആലോചനയാണ് നടക്കുന്നത്. അങ്ങനെ തൽക്കാലം ഒരു പരിഹാരമുണ്ടാക്കി ചർച്ചയിലൂടെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ശ്രമിക്കുന്നത്. ഏതായാലും വീട് ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. വീട് പൂർണ്ണമായും ഏറ്റെടുക്കുക, അതല്ലെങ്കിൽ കൃത്യമായ നഷ്ടപരിഹാര തുക നൽകുക എന്ന ആവശ്യം തന്നെയാണ് ഈ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. യെസ്, കെ.വി. ബൈജു ആണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.